ജിപ്സി ഡ്രിഫ്റ്റ് ചെയ്ത് അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെ 14 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മുഹമ്മദ് സിനാനാണ് മരിച്ചത്. കുരിക്കുഴി സ്വദേശി ഷജീറാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. എന്താണ് ഉണ്ടായത്? അനുജ, ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് തൃശൂർ ചന്ദ്രാപിന്നിയിൽ നിന്ന് വരുന്നത്. ഈ ചന്ദ്രാപിന്നിയിലാണ് ഈ ഏറെ സാഹസികമായി ജിപ്സി ഡ്രിഫ്റ്റ് ചെയ്ത് വാഹനം ഓടിച്ചത്. ഇതോടുകൂടി ഈ വാഹനം അപകടത്തിൽപ്പെടുകയും ആ വാഹനത്തിനടിയിൽപ്പെട്ടാണ് ഈ പള്ളിപ്പറമ്പിൽ ചാമക്കാല സ്വദേശിയായിട്ടുള്ള പള്ളിപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സിനാൻ എന്ന 14 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഈ കുട്ടി ഈ ജിപ്സിയുടെ അടിയിൽ പെടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ വാഹനം ഈ കുട്ടിക്ക് മുകളിലേക്ക് വീണ് തലയിലേറ്റ ആഘാതമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂരിക്കുഴി സ്വദേശിയായിട്ടുള്ള 36 വയസ്സുള്ള ഷജീറിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഈ വാഹനം ഈ ബീച്ചിലെത്തിച്ച് ഡ്രിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ഈ കുട്ടിയുടെ അകന്ന ബന്ധുവാണ് ഈ അപകടം ഉണ്ടാക്കിയ ആൾ എന്നുകൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ മറ്റൊരു കുട്ടിക്ക് കൂടി പരിക്കേറ്റെങ്കിലും പരിക്ക് ഗുരുതരമല്ലാത്തതിനെ തുടർന്ന്, അതായത് ആ കുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത 105 പ്രകാരം അടക്കം കുറ്റകരമായ നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട വാഹനമടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, തൃശൂർ ചന്ദ്രാപിന്നിയിലാണ് ദുഃഖകരമായി സംഭവം ഉണ്ടായത്. ജിപ്സി ഡ്രിഫ്റ്റ് ചെയ്ത് അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു. ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇയാൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ബീച്ചിലായിരുന്നു. അവിടെ കളിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് സിനാൻ എന്ന 14 വയസ്സുള്ള കുട്ടിക്ക് മേലെ വാഹനം പതിക്കുകയായിരുന്നു. കൂരിക്കുഴി സ്വദേശി ഷജീറിനെ ഇപ്പോൾ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് സൂരജ് സജി നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.